ഹലോ എവരി വൺ. സോ നമ്മളെല്ലാവരും കൂടെ ഡൽഹിക്ക് പോകുന്ന വ്ളോഗാണിത്. ഡൽഹിക്ക് എന്തിനാണ് പോകുന്നതെന്നൊക്കെ വഴിയേ കാണാം. സോ നമ്മൾ പെട്ടി മൊത്തം പാക്ക് ചെയ്ത് കാറിൽ കയറ്റി. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ചായ കുടിച്ചു. ഞാൻ കുടിച്ചില്ല, ബാക്കിയുള്ളവർക്ക് കുടിച്ചു. പിന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തി. ആദ്യമായിട്ടാണ് ഞങ്ങൾ 4 പേരായിട്ട് പോകുന്നത്. മീൻസ് അനി നേരത്തെ ഇല്ലായിരുന്നു ഞങ്ങളുടെ. അന്ന് ബാംഗ്ലൂർ പോയപ്പോൾ കുട്ടുവരുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം അനിയാണുള്ളത്. അപ്പം നമ്മൾ കൊച്ചി എയർപോർട്ടിൽ എത്തി. സോ 7 മണിക്കുള്ള ഫ്ലൈറ്റിന് നമ്മളൊരു 4 മണിയൊക്കെ ആയപ്പം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ഫസ്റ്റ് തന്നെ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് ലഗേജൊക്കെ കയറ്റി വിട്ടു. അത് കഴിഞ്ഞ് ലോഞ്ചിൽ കയറിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് വല്ലതും കിട്ടുമോയെന്നറിയാൻ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടി. സോ എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടാണ് ഡൽഹിയിലോട്ടൊക്കെ പോകുന്നത്. ഞാൻ ഇതുവരെ പോയിട്ടുള്ള സ്റ്റേറ്റ്സ് അതർ ദാൻ കേരള അതൊന്ന് മധ്യപ്രദേശ് IIT ഇൻഡോറിൽ പോയപ്പോൾ, പിന്നെ കർണാടക ബാംഗ്ലൂരിൽ പോയിട്ടുണ്ട്. പിന്നെ എവിടെയാണ് പോയിട്ടുള്ളത്? പിന്നെ വേളാങ്കണ്ണി പോയിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട് പോയിട്ടുണ്ട്. അപ്പോൾ 4 സ്റ്റേറ്റ്സ് പോയിട്ടുണ്ട്. പിന്നെ ഡൽഹി, ഇനി നമ്മൾ ആഗ്രയ്ക്ക് പോകും. അപ്പം ഉത്തർപ്രദേശും പോകുമല്ലോ. അങ്ങനെ കുറച്ച് സ്റ്റേറ്റ്സൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നേരത്തെ ഒക്കെ മൈ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഞാൻ IIT ഇൻഡോറിൽ പോയപ്പോഴാണ്. അത് ശരിക്കും ഭയങ്കര എക്സ്പീരിയൻസാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഫ്ലൈറ്റ് ജേർണീസൊക്കെ സാധാരണ ബസ്സിൽ പോകുന്നത് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇപ്രാവശ്യം എയർ ഇന്ത്യയിലാണ് പോകുന്നത്. അപ്പം ഈ എയർ ഇന്ത്യയിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് മീലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫ്ലൈറ്റിൽ മീൽ കഴിക്കുന്നത്. അപ്പം എങ്ങനെയുണ്ടെന്ന് അറിയാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ എനിക്കും പപ്പയ്ക്കും അടുത്തടുത്ത സീറ്റാണ് കിട്ടിയത്. അമ്മയ്ക്കും എനിക്കും അടുത്തടുത്ത സീറ്റ്. നമുക്ക് 4 പേർക്കും കൂടെ ഒന്നിച്ചൊരു സീറ്റ് കിട്ടില്ലല്ലോ. അപ്പം ഞാൻ ഈ ഫ്ലൈറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. അപ്പം ഇതിൽ ചാർജ് ചെയ്യാനുള്ള ബോട്ടിലൊക്കെ ഉണ്ട്. പിന്നെന്താ ഫസ്റ്റ് ടൈമല്ലേ മീൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയെന്ന് വെച്ചാൽ ഒരു ഓംലെറ്റും പൊട്ടറ്റോ ഫ്രൈസും അങ്ങനെ എന്തൊക്കെയോ, മഷ്റൂം ഉണ്ടായിരുന്നു. പിന്നെ യോഗട്ട് കിട്ടി. പിന്നെ ഒരു ബണ്ണ് കിട്ടി, ബട്ടർ കിട്ടി. അപ്പോൾ ആ ഓംലെറ്റ് ആണെങ്കിൽ ഒന്നിനും കൊള്ളൂലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ യോഗട്ട് കഴിച്ചു, ഓംലെറ്റ് കഴിച്ചു. പിന്നെ കോഫി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് കുടിക്കണമായിരുന്നു. ഞാൻ പ്രിപ്പയർ ചെയ്ത് കുടിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല. ഇങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കോഫി അല്ലെങ്കിൽ ടീ ആളല്ല. അങ്ങനെ നമ്മൾ ഫൈനലി ഡൽഹി ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തി. ഇനി നമ്മൾ എന്തിനാ പോണേന്ന് വെച്ചാൽ അതൊരു സസ്പെൻസ് ആണ്. അത് നമുക്ക് വഴിയെ കാണാം. സോ ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ നിന്നൊരു ഊബർ പിടിച്ച് ഞങ്ങൾ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് ലാൻഡ് ചെയ്തത്. എന്നിട്ട് ഞങ്ങൾ എൻ്റെ പ്ലാനായിരുന്നു ഇന്ത്യ ഗേറ്റ് പോവാണ്. അപ്പം ഡൽഹി പോകുമ്പോൾ ഇന്ത്യ ഗേറ്റ് എന്തായാലും കാണണമല്ലോ, അതൊരു മസ്റ്റാണല്ലോ. അപ്പം ഊബർ പിടിച്ച് ഇന്ത്യ ഗേറ്റ് എത്തി. ഭയങ്കര ചൂടായിരുന്നു. അതുമാത്രമല്ല ഒരു കുടയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരുപാട് നടക്കണമായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ഏത് വഴിക്കൂടെയാണ് കയറി പോകേണ്ടതെന്നും ഒന്നും അറിയില്ല. അപ്പം കുറേ നടന്ന് ചുറ്റി അതിൻ്റെ അവിടം വരെ എത്തി. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു, 1-2 ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് ഇങ്ങനെ പോകുന്നു. എന്നിട്ട് അന്നേരം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ആന്ധ്രാഭവനോ തെലങ്കാന ഭവൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഫുഡ് കഴിക്കാൻ കയറിയത്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. മനസ്സോടെ കഴിച്ചു. സോ ദിസ് ഇസ് ഇന്ത്യ ഗേറ്റ്. ആദ്യമായിട്ട് കാണുന്നുണ്ട്. ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മൾ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്സിൽ മാത്രം പഠിച്ചൊരു മോണമെൻറ്റ് നേരിട്ട് റിയാലിറ്റിയിൽ കാണുമ്പോൾ അത് ശരിക്കും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. കുട്ടും കൂടെ വേണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കണമെന്നില്ലല്ലോ. ഇന്ത്യ ഗേറ്റ് കാണാൻ രസമുണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊരു ഈവനിങ് ടൈമിൽ തന്നെ പോയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ഒരു ഇത് കിട്ടിയേനെ. കാരണം ഇപ്പോൾ ഭയങ്കര വെയിലായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു.
സോ ഇന്ത്യ ഗേറ്റിന് ശേഷം നമ്മൾ പോയത് റെഡ് ഫോർട്ടിലേക്കായിരുന്നു. അവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അതിന് ചുറ്റുമൊന്ന് നടന്ന് കണ്ടു. അത്രമാത്രമേ ചെയ്തുള്ളൂ, കാരണം നമ്മളെല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. സോ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. ആൻഡ് ദാറ്റ് ഇസ് കുട്ടൂസ് കോളേജ്, സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജ്. അവനെ ചേച്ചി അയർലൻഡിൽ നിന്ന് വന്നിട്ട് കണ്ടിട്ടില്ലല്ലോ, അപ്പം 1 year കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ഞങ്ങൾ ഒരു 2 months ആയി. സോ അവനെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു ഞങ്ങൾ കോളേജിൽ ചെന്നപ്പോൾ. ഞാൻ ഐസറിലായിരുന്നപ്പോൾ എനിക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ തിരിച്ച് വരാമല്ലോ, മീൻസ് ഇവരെ കാണണമെന്ന് തോന്നുമ്പോൾ. പക്ഷെ അവനെങ്ങനെയല്ല, നല്ല ദൂരത്തല്ലേ. അപ്പോൾ അവനെ ഇങ്ങനെ നോട്ട് കാണുമ്പോൾ അത് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. സോ ഇനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്. ബൈ ബൈ.